എന്തിനാ പുറത്തേക്ക് പോകുന്നത്? ഒരു സ്ത്രീക്ക് നൽകേണ്ട മാന്യതയൊന്നും ഞാൻ അർഹിക്കുന്നില്ലല്ലോ. എന്റെ മാംസത്തിന് വിലയും കൊണ്ട് വരുമ്പോഴേ ഞാനും നിങ്ങളെ ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ പിന്നെ ഈ മുറി കിടക്കുന്ന കട്ടിലിനും മേശയ്ക്കും തുല്യായിട്ട് എന്നെ കണക്കാക്കിയാ മതി. അവിടെ വിശ്രമിച്ചോളൂ, ഞാൻ പൊയ്ക്കോളാം. പുളിച്ചു നാറുന്നതിന് മുൻപായിരുന്നെങ്കിൽ പിച്ചപ്പിള്ളേർക്കെങ്കിലും കൊടുക്കായിരുന്നു. അവർക്കാവുമ്പോ അറപ്പും ദേഷ്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അതെ, കഴിക്കാത്തത് ദേഷ്യം കൊണ്ടൊന്നുമല്ല, ഇറങ്ങില്ല. അതാ എന്താ ചേച്ചിന് കണ്ടോ? എന്തു പറ്റി? അയാൾ എന്നെ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചതാ. എനിക്ക് വയ്യേച്ച്. അയാളൊരു മൃഗമാ. രത്നം, എന്താ അവിടെ? കണ്ടോ ഇത്? ആ പന്നി സിഗരറ്റ് കുത്തി പൊള്ളിച്ചത്. ആ പോട്ടെ, നീ ചെല്ലടി പെണ്ണേ. ഇല്ല, ഞാൻ പോവില്ല ദുഷ്ടന്റെ കൂടെ. പെണ്ണേ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, നീ കിണുങ്ങാൻ നിൽക്കാൻ ചെല്ല്. ഇല്ല, ഞാൻ പോവില്ല. രഘുവീർ, ഓ രഘുവീർ. ചെലമ്പാടി പന്ന ശവമേ. വേണ്ട, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്റെ താവളത്തിൽ ഒളിച്ചിരിക്കുമ്പോ എന്റെ അനിയന്റെ ദേഹത്ത് കൈവയ്ക്കാൻ? വേണ്ട, നിന്റെ ഹീറോയിസ് ഒന്നും ഇവിടെ വേണ്ട. വളർത്തുന്ന കൈകൊണ്ട് തന്നെ കൊല്ലാനും മടിക്കില്ല പട്ടേ. പോ. പോടാ. ഏതോ ഒരു വേശ്യാ പെണ്ണിനെ തല്ലുകൊള്ളുന്നതിൽ എന്ത് കാര്യം എന്ന് കരുതി മുഖം തിരിച്ചതായിരുന്നു. പക്ഷെ അതിന്റെ കരച്ചിൽ കേട്ട് സഹിക്കാതായപ്പോ പിന്നെ ഞാൻ ഒന്നും ഓർത്തില്ല. മതി, ചാവുന്നതിനേക്കാൾ ഭേദമല്ല ഒരു വേശ്യാലയം നടത്തിപ്പുകാരൻ കൽപ്പിച്ചു തരുന്ന ഈ ഔദാര്യം, അതിന്റെ പുറത്തുള്ള ജീവിതം. മതി, ഞാൻ പോവാൻ തീരുമാനിച്ചു. അയ്യോ, പോകരുതെന്നല്ല ഞാൻ പറയുന്നത്. ഒരു 3 ദിവസം കൂടി കാത്തിരിക്കൂ. നാട്ടിലേക്ക് പോകുന്ന പാഴ്സൽ ലോറിയാ. ചരക്കും കയറ്റി 3-ാം ദിവസം രാത്രി അവരിവിടെ എത്തും. ഡ്രൈവറെ കണ്ട് ഞാൻ എല്ലാം പറഞ്ഞു ഉറപ്പിച്ചിരിക്കുക. ഒരു കുഴപ്പമില്ലാതെ നാട്ടിലെത്തിക്കുന്ന കാര്യം അവരേറ്റു. എന്താ, ലോറിയുടെ ക്ലീനറെ ഞാൻ പുറത്ത് നിർത്തിയിരിക്കുക. വിളിക്കട്ടെ? ഇപ്പൊ വിളിക്കാം. ഹലോ മോളെ, ഒരു ലേശം തീയോട്ടെ. തീ ചോദിച്ചാൽ ഇംഗ്ലീഷ് ഒന്ന് പീഡിപ്പിക്കുക. നിങ്ങളൊക്കെ ഏതാ രാജ്യം? കുഞ്ഞാമേ, താൻ അവിടെ എന്തെടുക്കാണോ? എന്താണ് ഇത്? അല്ലപ്പെട്ടാ, നിങ്ങളല്ലേ പറഞ്ഞു ഇവിടെ എന്തോ ചെറുകിട വ്യവസായത്തിന്റെ ഏർപ്പാടാണ്. ഇത് ചെറുകിടല്ലോ, ഇത് വൻകിടം തന്നെ. ഡിസ്പാൻഡിന്ന് പറഞ്ഞാ അങ്ങനെ പലതും കണ്ടു വരും. താൻ വായി നോക്കിക്കാതെ വാ. ഏറി പോകണിയുള്ള പാത്തിട്ട് നിൽക്കാതെ പാടോ. എന്റെ ഉമ്മ, എന്തൊക്കെ സൈസ്! ലോറിയുടെ ക്ലീനർ കുഞ്ഞമ്മദ്. കോഴിക്കോട് വന്ന് നിങ്ങൾ ആരോട് ചോദിച്ചാലും മതി, KTC കുഞ്ഞമ്മദ്. നിങ്ങൾ ഗംഗേട്ടനെ അറിയില്ലേ? നമ്മളെ KTC ഗംഗ മോലാളി. മൂപ്പരും ഞാനും ഒറ്റ മൈതാനത്ത് പന്ത് കളിച്ച് നടന്നതാണ്. പക്ഷെ ഞാൻ വണ്ടി പോണ മൂപ്പർക്ക് ഇഷ്ടമല്ലോ. പിന്നെ ഡ്രൈവർ നമ്മളെ ജോസേട്ടനാണല്ലോ.
മൂപ്പർക്ക് ലോങ് പോകുമ്പോ ഞാൻ തന്നെ വേണം ഒരു ധൈര്യത്തിന്. ബോംബെ എന്നൊരൊറ്റ വരവല്ലേ പതുക്കെ, നിങ്ങളെ പതുക്കെ. ബോംബെ എന്നൊരൊറ്റ വരവല്ലേ നിങ്ങളെന്താ ഇപ്പൊ അറിയുന്നത്? മതി മതി, താൻ ആളെ കണ്ടല്ലോ. ബാക്കി കാര്യം ഇങ്ങോട്ട് നോക്കണോ? ബാക്കി കാര്യങ്ങൾ ഞാൻ ജോസിനോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ. പ്രശ്നാക്കണ്ട. മൂപ്പര കാര്യം നമ്മളേറ്റ്. ആ. എന്തേന് പേര്? വിശ്വനാഥൻ. ആയിക്കോട്ടെ വിശേട്ടാ, വേണ്ടിയ മാതിരി നമുക്ക് സബൂറായിക്കളാം. നിങ്ങളേതാ രാജ്യം? താൻ വിട്ടോ, താൻ വിട്ടോ. ഓ റൈറ്റോ, ഓക്കെ. ഇയാളെ അപ്പൊ പറഞ്ഞ മാതിരി വിശേഷ്. ഓക്കെ, KTC കുഞ്ഞമ്മദ്. റൈറ്റോ. നല്ല സ്ഥലം. ആള് പാവാ, ഈ വാചകം മാത്രമേ ഉള്ളൂ. 50,000 രൂപ. അതിന് കമ്മി എനിക്ക് വേണ്ട. എന്റെ ലളിതാമേ, നീ അന്ത പൊണ്ണ ശരിക്കൊന്ന് പാര്. കിളിയാ, നല്ല പഞ്ചവർണ്ണ കിളി. 1 മാസം വേണ്ട നിന്റെ കാശ് മുതലാക്കാൻ. പിന്നെ 1 മാസം അപ്സരസനെയല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്? ഒന്ന് പോതള്ളേ. കഴിഞ്ഞ കുറി ഇതുപോലെ പറഞ്ഞിട്ട് ഒരു വേടക്ക് വെണ്ണിനെയും കൊണ്ടുവന്ന് കാശ് വാങ്ങി പോയതല്ലേ നിങ്ങള്? ആ അന്ത നഷ്ടം ഇക്കുറി ഇന്ത പൊണ്ണിലെ തീരും. പട്ടേല് മുതലാളി പൊണ്ണിനെ ഒന്ന് പാക്കട്ടും. ജമുന, അന്ത പൊണ്ണിനെ എങ്ക കൊണ്ടുവാ. എന്നടി ഇങ്ങ വരാൻ പറഞ്ഞിട്ട് വേഷം കെട്ട് കാട്ടിയ വെളച്ചിൽ വേണ്ട, നല്ല വീക്ക് വെച്ചിരുന്ന ഇങ്ങ എന്നെ പോകാൻ അനുവദിക്കൂ. എനിക്ക് വീട്ടിലേക്ക് പോണം. ഈ സ്ത്രീ എന്നെ ചതിച്ചു കൊണ്ടുവന്നതാ. മൂച്ച് മിണ്ടിപ്പോവരുത്. നാട്ടിലെ നമ്മ കുഴപ്പമൊപ്പിച്ചിട്ട് ചാടിപ്പോന്നോളല്ലേ നീ. സത്തം പൊണ്ട പോലീസ് ഏൽപ്പിക്കൂന്നെ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ക്ഷേത്രത്തിലെ തിരക്കിൽ വഴി തെറ്റിപ്പോയ എന്നെ പാട്ടിയുടെയും അമ്മാവുടെയും അടുത്ത് എത്തിക്കാനും പറഞ്ഞ് ചതിച്ചതല്ലേ നിങ്ങള്? അവൻ കൊടുത്തേക്ക്. हम भाग रही है साले, चल।